ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇത് തിങ്കളാഴ്ച ദിവസത്തെയാണ് ഈ ഷോപ്പിങ്ങിന് ഞങ്ങൾ പോകുന്നത്. ഞായറാഴ്ച കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവർക്കും ക്ഷീണമായതുകൊണ്ട് തന്നെ മോനെ സ്കൂളിലൊന്നും വിട്ടില്ല, ആരും എവിടെയും പോയിട്ടില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 2:30-3 മണിയൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ എന്ത് ചെയ്തത്, പിന്നെ പേരാമ്പ്രയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയത്. ബാദുഷയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ മാസം ആദ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നാലും അതൊക്കെ തീർന്നപ്പോൾ ഇങ്ങനെ പതുക്കെ പോവുക. അങ്ങനെ ഇതാണ് ഞങ്ങളെ മെയിൻ റോഡിലേക്ക് കയറി. കുയിമ്പിലുന്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ആ ഇതിലേക്ക് കൂടെ ഇങ്ങനെ പോവുക കേട്ടോ. ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇടയിൽ ഞങ്ങൾ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ മേപ്പയൂർ ടൗണിലേക്ക് എത്തി. ഇതാണ് ഞങ്ങളുടെ മേപ്പയൂർ ടൗണ്. ഇവിടെയാണ് ഞങ്ങൾ ആ മേപ്പയൂർ സ്റ്റാൻഡ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് പോകുന്നതാ മേപ്പയൂർ വിട്ടതാ ഇപ്പം പേരാമ്പ്ര എത്തിയത്. പേരാമ്പ്ര ഇവിടെയാണ് ബാദുഷാ മാളുള്ളത്, ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബാദുഷയിലേക്ക് കാർ എടുക്കാറില്ല. അവിടെ ഒരു ടാക്സി പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കേട്ടോ ഞങ്ങൾ വെക്കുക. അപ്പോൾ അവിടേക്ക് ഞങ്ങളിങ്ങനെ പോയി നിൽക്കുക. പിന്നെ എന്തൊക്കെയാ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ ബാദുഷയിലേക്ക് എത്തിയിട്ടോ. ബാദുഷയിലെത്തി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വിനിക്കുട്ടൻ നോക്കുക. വിനിക്കുട്ടൻ ആദ്യം ഐസ്ക്രീം സെക്ഷനാണ് നോക്കുന്നത്, അവിടെ എന്തൊക്കെയാണുള്ളത്. അപ്പോൾ മോനേട്ടൻ അവിടെ നിന്ന് മാങ്ങ കണ്ടപ്പോൾ മാങ്ങ നോക്കുകയാണ്. മാങ്ങ ഞങ്ങൾ വാങ്ങിയിട്ടോ. മാങ്ങ അങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആട്ടപ്പൊടി വേണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരയുന്നത് എന്താ വെച്ചാൽ പുട്ടുപൊടി കാണുന്നില്ല. അപ്പോൾ പുട്ടുപൊടിയുടെ 1 കിലോൻ്റെ അത് ആവശ്യമില്ല, എന്നാൽ 1/2 കിലോ മതി. നോക്കുമ്പോൾ അവിടെ 1/2 കിലോൻ്റെ അത് പാക്കറ്റ് കാണാത്തതുകൊണ്ട് അവിടെ ഉള്ളവരോട് ചേച്ചികളോട് പറഞ്ഞു അത് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ വിൻകുട്ടനുണ്ട് റംബൂട്ടാൻ എടുക്കുന്നത്. റംബൂട്ടാൻ വേണം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ മേലെ വെറുതെ കയറിയതാട്ടോ. അവിടെ പാത്രങ്ങളുണ്ട്. അവൻ എന്താ വെച്ചാൽ ടോയ് സെക്ഷനിൽ അങ്ങോട്ട് പോയി. ഞാൻ ഈ പാത്രങ്ങളൊക്കെ നോക്കി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ബാഗ് ഉണ്ടായിരുന്നു അവിടെ കൊടുത്തത്. മോൻ ആ ബാഗ് എടുക്കുക. ഞാൻ അപ്പോഴേക്ക് സാധനങ്ങളൊക്കെ ബില്ലിങ് സെക്ഷനാണ്. മോനേട്ടൻ അവിടെ നിന്ന് നട്ട്സൊക്കെ വാങ്ങുകയാണ് കേട്ടോ. കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വരുന്ന വഴിക്ക് ചായ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കൽപ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ഒരു ബേക്കറി. അവിടെ നിന്നാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, CM ബേക്കറി. നല്ല ബേക്കറി കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ഭക്ഷണമൊക്കെയാണ്. ഞങ്ങൾക്ക് അവിടുത്തെ ലൈമും പിന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല ബേക്കറിയാണ്. ഞാൻ വെച്ചാൽ അവിടെ നിന്ന് തന്നെയാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഇടയ്ക്ക് കഴിക്കാറുമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി, കുറച്ച് മിക്സ്ചർ വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കഴിച്ചു. ചായയും പഴംപൊരി, ഞാൻ അരിയുണ്ട കഴിച്ചു. പിന്നെ മോൻ പഴംപൊരി കഴിച്ചു. ഇവിടെ മിക്സ്ചർ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉച്ചയ്ക്ക് നല്ല ചൂട് പഴംപൊരി ഉണ്ടാവും. അപ്പം എല്ലാം കൊണ്ട് നല്ലൊരു ബേക്കറി. ഞങ്ങൾ അധികം അവിടെ നിന്ന് തന്നെയാണ് കഴിക്കാറ് കേട്ടോ. CM ബേക്കറി നല്ല ബേക്കറി. മിക്സ്ചറിനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ബ്രെഡ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്, കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം അവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ വരുമ്പോൾ അവിടെ ഇറങ്ങിക്കോളും കേട്ടോ. ഞങ്ങളിന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. ഈ മാസം ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നട്ട്സൊക്കെ തീർന്നു. വേഗം തീരുമല്ലോ നട്ട്സൊക്കെ. അപ്പോൾ പിന്നെ സാൾട്ട് വാങ്ങി. കർക്കിടക മാസമായ ഉപ്പ് വാങ്ങാൻ പാടില്ലെന്നൊക്കെയല്ലേ പറയാം. അതുകൊണ്ട് കുറച്ച് സാൾട്ട് വാങ്ങി. പിന്നെ റോസ്റ്റഡ് റവ, സാദാ ബൻസി റവ, പിന്നെ പുട്ടുപൊടി സാധാരണ ഞങ്ങൾ വാങ്ങിക്കാറില്ല കേട്ടോ. ഞാൻ തന്നെ ഇവിടെ പിന്നെ മില്ലിൽ നിന്ന് പൊടിപ്പിക്കലാണ്. പക്ഷെ തീർന്നു പോയി. ഇപ്പം പെട്ടെന്ന് നാളത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ തീരെ ഇല്ലാത്തതുകൊണ്ടാണ്. അതേപോലെ ഗോതമ്പ് പൊടിയായിട്ട് ഞങ്ങൾ വാങ്ങാറില്ല. ഞങ്ങൾ തന്നെ ഗോതമ്പ് വാങ്ങി കഴുകി പൊടിപ്പിക്കല. അപ്പോൾ ഇപ്പം മഴയായതുകൊണ്ട് കഴുകാനും ഉണക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പാക്കറ്റ് വാങ്ങുന്നത്. പിന്നെ ഉഴുന്ന് വേഗം തീർന്നു പോയി. പിന്നെ പരിപ്പ്, കടല ഇതൊക്കെ 500 വാങ്ങിയിട്ടുള്ളൂ. മോനെടുത്തിട്ട് അണ്ടിപ്പരിപ്പ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു നട്ട്സ് വാങ്ങി. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ചിലവാണ്. അപ്പം ഭയങ്കര വിലയാണല്ലോ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ. പിന്നെ ഒരു വെജിറ്റബിൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മത്തം കണ്ടപ്പം ഒരു കഷ്ണം വാങ്ങിയതാട്ടോ.
പിന്നെ മോന് റംബൂട്ടാൻ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങി. പക്ഷെ റംബൂട്ടാൻ കുറച്ച് അവൻ ഇപ്പം തന്നെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഒരു മാങ്ങ, ആപ്പിള്, പിന്നെ കുറച്ച് ചെറിയ നാരങ്ങ, ഇത്രയും കാര്യങ്ങൾ വാങ്ങാനാണ് ഞങ്ങൾ ബാദുഷയിൽ പോയത്. സോപ്പ് അത് മറന്നു, സോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു താളി വാങ്ങിട്ടോ. ഇത് നല്ല താളി കേട്ടോ. ഈ താളി എന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് നല്ല KP നമ്പൂതിരിസിന്റെ താളി നല്ല നല്ല താളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചന്ദനത്തിരി, തീപ്പെട്ടി ഇങ്ങനെ കുറച്ച് സാധനങ്ങളാട്ടോ വാങ്ങി. ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.